അല്പനിമിഷത്തെ ദൈവിക ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാമല്ലോ. അവളോ വിധവയായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. മതി മതി. ഓക്കെ. നയൻ പട്ടണത്തിൽ സംഭവിച്ചതായ ഒരു ദാരുണമായ സംഭവമാണ് ഈ ഒരു ഭാഗം. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ബാക്കി പിന്നീട് വായിക്കാം. ആമേൻ. സ്തോത്രം. ഇനി എന്നെ ശ്രദ്ധിക്കുക. നയൻ പട്ടണത്തിലെ ദാരുണമായ സംഭവം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്, അതിന് കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട്. സ്തോത്രം. കാരണം യേശുവിൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതായ ഒരനുഭവമാണ് നാം ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 33.5 കൊല്ലം ജീവിച്ച യേശു, 3.5 കൊല്ലം പരസ്യ ശുശ്രൂഷയിൽ ആമേൻ ശുശ്രൂഷ നിർവഹിച്ചതായ യേശുവും ശിഷ്യന്മാരുമൊത്ത് അനേക അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ ചെയ്ത്, ദൈവപ്രവൃത്തികൾ ചെയ്ത് പലയിടങ്ങളിൽ താൻ ശുശ്രൂഷയ്ക്കായി കടന്നുപോയതായിട്ട് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു യാത്രാ മധ്യയാണ് യേശുവും ശിഷ്യന്മാരും നയീൻ പട്ടണത്തിലേക്ക് കടന്നു വന്നത്. യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ നമുക്കറിയാം, ആമേൻ, ചെകിടന് കേൾവി കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. ആമേൻ. സ്തോത്രം. അങ്ങനെ വർണ്ണിക്കാനും പറഞ്ഞു തീരാത്തതായ ഒട്ടനവധി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. പല വിഷയങ്ങൾക്കകത്തും കനം കൂടുതലും കനം കുറഞ്ഞതുമായ വിഷയങ്ങളെ യേശു എന്ത് ചെയ്തു? ഒരുപോലെ പരിഹരിച്ചു. സ്തോത്രം. ഒരുപോലെ പരിഹരിച്ചു. പക്ഷെ ഇവിടുത്തെ വിഷയം ഇച്ചിരി കനമുള്ള വിഷയം. കാരണം നയൻ പട്ടണത്തിലേക്ക് യേശുവും ശിഷ്യന്മാരും കടന്നു വന്ന സമയത്ത് അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം, ഒരു ശവ മഞ്ചം ചുമന്നുകൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ആമേൻ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും ഒരു ശവമല്ല. ആമേൻ. അധികം പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു പൈതൽ എന്നൊക്കെ വേണം വിശേഷിപ്പിക്കാം. ഒരു പൈതലിന്റെ ശവമായി ആ നയൻ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, ആ മാതാവിന്റെ വേദന എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിനകത്ത് ഇച്ചിരി കനമുണ്ട്. ഒന്ന്, ആ മാതാവിന് ആശ്രയിപ്പാൻ മറ്റാരുമില്ല. പൈതലിന്റെ മരണത്തിന് ശേഷം തനിക്ക് വേദനകൾ പങ്കുവയ്ക്കുവാൻ, മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുമ്പോൾ ഒരു കൈത്താങ്ങായി നിൽക്കുവാൻ മറ്റൊരു വ്യക്തികളുമില്ല. ആമേൻ. ആ ഭവനം ചുരുക്കത്തിൽ പറഞ്ഞാൽ ആമേൻ ഒരു അനാഥമായ ഭവനം പോലെയായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ വെറും ഒരു അനാഥയായി അവശേഷിക്കുകയാണ്. ആമേൻ. സ്തോത്രം. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാം, അനേക ശവമടക്ക ശുശ്രൂഷകളിലൊക്കെ നാം പങ്കെടുക്കുമ്പോഴും നാം കേട്ടിട്ടുണ്ട്, അല്ലേ? സ്തോത്രം. ഒരു കുടുംബത്തിലെ 4 പേർ അപകടത്തിൽ മരിച്ചപ്പോൾ ഒരാൾ അവശേഷിച്ച ദാരുണമായ സംഭവമൊക്കെ നമ്മുടെ കേരളക്കരയിൽ കണ്ടതാ. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ, ശേഷിച്ചവരുടെ ഹൃദയത്തിൽ 100 കൂട്ടം ചോദ്യങ്ങൾ അവശേഷിക്കാം. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? എനിക്ക് ആശ്രയിക്കാൻ ഒരാളില്ല. സ്തോത്രം. ഇതിനി അർത്ഥമുണ്ടോ മുമ്പോട്ട് പോകുമ്പോൾ? ആമേൻ. ഞാനും അന്ന് അവിടം കൊണ്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ എന്നെല്ലാം ഒരു മാനുഷികമായ ചിന്തകളിൽ കടന്നു വരാൻ വളരെ സാധ്യതയേറെയാണ്. ആമേൻ. അവിടെ നോക്കിക്കേ, മകൻ മരിച്ചതായ മാതാവ്, ആമേൻ, ആ മാതാവിൻ്റെ കൂടെ കുറെ പുരുഷാരമുണ്ടായിരുന്നു. കുറെ ആളുകൾ ശവമഞ്ചമായി ആമേൻ ആ ദേശത്തിൻ്റെ ആമേൻ സ്തോത്രം നടുവിലേക്ക് വന്നപ്പോൾ നോക്കിക്കേ, യേശു ശിഷ്യന്മാർ യാത്ര ചെയ്ത് വന്ന് കാണുന്ന കാഴ്ച, സ്തോത്രം, നാളത്തെ അത്താണിയാകേണ്ടവൻ ഇപ്പൊ ശവമഞ്ചത്തിൽ കിടക്കുകയാണ്. ആമേൻ സ്തോത്രം. ആശ്രയമായി തീരേണ്ട മകൻ ഇപ്പോൾ
ഛേദനയേറ്റ ശരീരം ആ ശവമഞ്ചത്തിൽ കിടക്കുകയാണ്. അതുകൊണ്ട് യേശുവിന് മാതാവിൻ്റെ കണ്ണുകളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? വേദനയുടെ ആഴത്തെ ആ യേശുവിന് മനസ്സിലായി. ആമേൻ, സ്തോത്രം. യേശുവിന് മനസ്സിലായി. ആമേൻ. അവിടെ നോക്കിക്കേ, ഈ മാതാവിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എന്തുവാ? അനാഥ, ആരുമില്ല. ആ മാതാവിൻ്റെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സാഹചര്യം എന്തുവാ? വിധവയ, അനാഥയ, ആരുമില്ല. പക്ഷേ സമൂഹം മുഴുവനും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അനാഥന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അല്ലേ? സ്തോത്രം. ചോദിക്കാനും പറയാനും ആരുമില്ല. എത്രയോ അനാഥരായവരുടെ അതിര് മാന്താൻ പലരും, അല്ലേ? സ്തോത്രം. നമ്മൾ കാണുന്നതാ, നമ്മൾ കേൾക്കുന്നതാ. ആമേൻ. വിധവയായിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും സമൂഹത്തുമുണ്ട്. നോക്കിക്കേ, സമൂഹത്തിൽ അനാഥരായിരിക്കുന്നവരും വിധവയായിരിക്കുന്നവർക്കും ഒക്കെ എന്താണ്? സമൂഹത്തിലൊരു പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യം ഇന്നും അന്നും ഒരുപോലെ നിൽക്കുന്നു. പക്ഷേ നമ്മുടെ തിരുവചനം എടുത്തു നോക്കിയാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, തിരുവചനത്തിൽ വ്യക്തമായി അനേക ഇടങ്ങളിൽ തിരുവചനം രേഖപ്പെടുത്തുന്നു. അതിൽ ഒരേട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ സ്തുതിഗീതങ്ങൾക്കിടയിൽ ഇപ്രകാരം പാടുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ആമേൻ, സ്തോത്രം, ആരുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ, ആരുമില്ല എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ, ആരും എനിക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്താൻ. ആമേൻ. എനിക്കൊന്നുമില്ല, ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ അനാഥയാ, എനിക്ക് ആശ്രയിക്കാൻ ഒരു ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ആമേൻ, ചഞ്ചലിച്ച് ഹൃദയത്തിൽ വേദന പേറി ആരെങ്കിലും ഇതിനകത്ത് പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം തൊട്ടുണർത്തി പറയുന്നു, അവൻ നിനക്ക് പിതാവായി വെളിപ്പെടുന്ന നിമിഷം, അവൻ അത് അതിവിദൂരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആത്മാവിൽ അതിനോടൊന്ന് പ്രതികരിക്കാൻ കഴിയുന്ന ദൈവമക്കൾ കരമടിച്ചൊന്ന് പ്രതികരിച്ച്, അവൻ അനാഥന്മാർക്ക് പിതാവാണ്, അവൻ വിധവമാർക്ക് അവൻ ന്യായപാലകനാണ്. നിന്റെ കൂടെ ആരില്ലെങ്കിലും, നിന്നെ ആര് തഴഞ്ഞാലും, ആര് നിന്നെ പരിഹസിച്ചാലും, ആര് നിന്നെ മാറ്റി നിർത്തിയാലും അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ ന്യായപാലകനായി, നീതിയോടെ ന്യായത്തോടെ വിധിക്കുവാൻ കരുത്തുള്ള രക്ഷകനായി നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്ന നാൾ അത് വിദൂരമല്ലെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞാൻ ദൂത് കൈമാറുകയാണ്. വചനം പറയുന്നു, വിധവയുടെ യാതൊരു നീക്കരുത്, അവർക്കുള്ള ന്യായം മറിക്കരുത്. നിനക്ക് വേണ്ടുന്ന ന്യായത്തെ സ്വർഗം ഒരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പൈതലിന്റെ മഞ്ചം ചുമന്നു കൊണ്ടുവരുമ്പോൾ നിറകണ്ണുകളോടെ കരഞ്ഞ് അവശയായ ഒരു മാതാവ്, ആ കരയുന്ന മാതാവിനെ നോക്കി യേശു ഇങ്ങനെ പറഞ്ഞു, നീ കരയണ്ട, നീ കരയണ്ട. 3.5 വർഷത്തെ പവിത്രമായ അമ്മ വർണ്ണിക്കുവാൻ കഴിയാവുന്നതിലും അപ്പുറമായ വലിയ ശുശ്രൂഷയ്ക്കകത്ത് വചനം പറയുന്നു, വചനത്തിനകത്ത് എഴുതി ഒതുക്കുവാൻ കഴിയാത്തതിലും അപ്പുറമായ അത്ഭുതങ്ങൾ ആര് ചെയ്തു? യേശു ചെയ്തു. യേശു ചെയ്തു. ആ യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും ആ യേശു വളരെ ചുരുങ്ങിയ ഇടങ്ങളിലേ പറഞ്ഞിട്ടുള്ളൂ. എന്താ? കരയണ്ട, കരയണ്ട, കരയണ്ട. ലാസറിന്റെ കുടുംബത്തിൽ ചെന്നപ്പോഴാണ് യേശു എന്ത് ചെയ്തത്? കരഞ്ഞത്. യേശു കരഞ്ഞു. സ്തോത്രം. ഈ കരയുമ്പോൾ കൂടെ കരയുന്നവനാ നമ്മുടെ യേശു. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പറയും, എൻ്റെ കണ്ണുനീര് ആരും കാണുന്നില്ലല്ലോ, എൻ്റെ കണ്ണുനീര് ആരും അറിയുന്നില്ല. മാമേ, നമ്മൾ കണ്ടില്ലേലും നമ്മൾ കരഞ്ഞ കൂടെ കരയുന്നതായ നമ്മുടെ കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേ, ഹല്ലേലൂയ. ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പം, ലാസറിന്റെ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് ചെന്ന സമയത്ത്
ആമേൻ. അവര് കരഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? കൂടെ. അതാ വചനം പറയുന്നത്, യേശു കണ്ണുനീർ വാർത്തു. ഇവിടെയും പറയുക, മാതാവേ നീ കരയണ്ട. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാക്കളോട് പറയുക, യേശു പറയുന്നത് കരയണ്ട, കരയണ്ട, കരയണ്ട. സ്തോത്രം, കരയണ്ട. ഹല്ലേലൂയ. എന്നിട്ട് കരയണ്ട എന്ന് പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? ആ മഞ്ചം തൊട്ടു. യേശു മഞ്ചം തൊട്ടു. മൂലഭാഷയായ ഗ്രീക്ക് പദത്തിനകത്ത് വ്യക്തമായി അവിടെ പറയുന്നത് എന്താണെന്നറിയാവോ? മഞ്ചം തൊട്ടു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഗ്രീക്ക് മൂലഭാഷയായ ഗ്രീക്കിൻ അത് പറയുന്നത്, വെളിപ്പെടുത്തുന്നത് എന്താണെന്നറിയാം? ബലമായി പിടിച്ച് നിർത്തി. സ്തോത്രം, ബലമായി പിടിച്ച് നിർത്തി. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഒതുക്കാൻ കഴിയാത്തതും പിടിച്ചു നിർത്താൻ കഴിയാത്തതുമായത്, നമുക്ക് അസാധ്യമായി നമ്മൾ പരിശ്രമിച്ചിട്ട് നിർത്താൻ കഴിയാത്ത, ആമേൻ, നമുക്കൊന്ന് തടയിടാൻ കഴിയാത്ത, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയാത്തതായ വിഷയത്തെ യേശു പിടിച്ചു നിർത്തും. ഇന്ന് പകൽ ഈ വചനത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. നീ കരയണ്ട. യേശു മഞ്ചം തൊട്ടെങ്കിൽ, യേശു അതിനെ പിടിച്ചു നിർത്തിയെങ്കിൽ, യേശു തൊട്ട് ചില വിഷയങ്ങളെ പിടിച്ചു നിർത്തും എന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത, എല്ലാവർക്കും പരിഹരിക്കാൻ കഴിയാത്ത, ആമേൻ, മഞ്ചം എന്ന് തുല്യമായ, ആമേൻ, ഏത് വിഷയത്തെയും യേശു തൊടുവാൻ, യേശുവിന് തൊടുവാൻ കഴിയുമെന്ന് നിന്റെ ഹൃദയം തുറന്ന് നീ ഒന്ന് വിശ്വസിച്ച് ആ യേശുവിന്റെ കരത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുക്ക. യെസ്, പലരും തൊടാൻ മടിച്ചതായ മഞ്ചം, പലരും സ്പർശിക്കാൻ മടിച്ചതായ മഞ്ചം അവൻ പിടിച്ചു നിർത്തിയെങ്കിൽ, ഞാൻ പറയുന്നു, ജീവനറ്റ ശരീരം കിടത്തിയ മഞ്ചത്തെ യേശുവിന് തൊടാൻ കരുത്തുണ്ടെങ്കിൽ, നിന്റെ വിഷയം എന്റെ യേശുവിന് പ്രശ്നമല്ല. നിന്റെ വേദന എന്റെ യേശുവിന് വിഷയമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പലരും തൊടാൻ ഭീതിപ്പെട്ട, അല്ലേ? സ്തോത്രം. എല്ലാവർക്കും അമ്മേ ഒരു ശവമഞ്ചത്തെ എല്ലാവരും തൊടുവോ? എല്ലാവർക്കും തൊടാൻ പറ്റുമല്ല. സ്തോത്രം. പലരും ഭീതിപ്പെട്ട, പലരും തൊടാനെന്ന് അറച്ച, സ്തോത്രം, പലരും സ്തോത്രം, ഹല്ലേലൂയ, മടിച്ചു നിൽക്കുന്ന ആ വിഷയത്തെ ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. ഇന്ന് പകൽ വിശ്വസിച്ചോ? ഈ തിരുവചനത്തിനകത്ത് അടിയുറച്ച് വിശ്വസിച്ചോ? എൻ്റെ യേശുവേ, നയിൻ പട്ടണത്തിനകത്ത് ആമേൻ മഞ്ചത്തെ പലരും തൊടാൻ അറച്ചു. നയിൻ പട്ടണത്തിലെ മഞ്ചത്തെ ആമേൻ സമീപിക്കാൻ പലരും മടിച്ചു, പലരും അറച്ചു. ആമേൻ, സ്തോത്രം. പക്ഷെ യേശു തൊട്ടു. ഞാൻ പറയാം, നിന്റെ വിഷയത്തെ തൊടാൻ പലരും അറച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ വിഷയത്തെ ആമേൻ സമീപിക്കാൻ പലരും ഭീതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പേടിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ യേശുവിന് പേടി, എന്റെ യേശുവിന് ഭീതിയില്ല, എന്റെ യേശുവിന് അറപ്പില്ല. വിശ്വസിച്ചോ? വിശ്വസിച്ചോ? വിശ്വസിക്കുമ്പോൾ വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ദൈവജനത്തിന് വേണ്ടി പകരപ്പെടട്ടെ. അത് വ്യാപരിക്കപ്പെടട്ടെ. വിഷയത്തിന്റെ തലങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യട്ടെ. രഥനകൾ ശതുരമഹസതേരെ വൈഡബലവന ഹദുരാജക സന്ധരാജക സ്ഥിരീരിയാർത്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്. രേസേരേദിയാന്തര. ഹല്ലേലൂയ. യേശു മഞ്ചം തൊട്ടു. പൈതൽ എണീറ്റു. പൈതൽ എണീറ്റിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്താണെന്നറിയാമോ? പരിചയക്കാരനെ പോലെ എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ ഒരുമിച്ച് നടന്ന വ്യക്തിയെ പോലെ യേശുവും പൈതലും സംസാരിക്കുക. മരിച്ചു കിടന്ന വിഷയ, വേദന വന്ന വിഷയ, ഭവനത്തിന്റെ അന്തരീക്ഷത്തെ തിരിച്ചു കളഞ്ഞ വിഷയ ഈ മഞ്ചത്തിൽ കിടക്കുന്ന. ഓ
സ്തോത്രം. അതാ ഞാൻ മുഖവരിയായി പറഞ്ഞ കനമേറിയ വിഷയമായിരുന്നു ഇത്. സ്തോത്രം. അമ്മാമേ, ഒറ്റ ഒരു പൈതലേ ഉള്ളൂ. അതിന്റെ വേർപാട് മൂലം ഭവനത്തിന്റെ അന്തരീക്ഷം തിരിഞ്ഞു കിടക്കുക. പക്ഷേ അവൻ അന്തരീക്ഷം തിരിഞ്ഞു കിടന്നപ്പോൾ അന്തരീക്ഷം തിരിഞ്ഞു കിടന്നതായ മുഖാന്തരമായ കാരണത്തെ യേശു തൊട്ടപ്പോ നോക്കിക്കേ, ആ യേശുവായിട്ട് വർത്താനം പറയുക. അമ്മാമേ, എത്ര പേർക്ക് ഇതിന്റെ ആഴത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇതിനകത്ത് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ അന്തരീക്ഷത്തെ തിരിക്കുന്ന സകല വിഷയങ്ങൾക്ക് മീതെ നയൻ പട്ടണത്തിൽ മഞ്ചത്തെ തൊട്ട യേശു ഇന്നും ജീവിക്കുന്നവനാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഇതെല്ലാം വ്യാപരിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ പ്രശ്നങ്ങളിൽ, ഭവനത്തിന്റെ അന്തരീക്ഷങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ, ജീവിത മേടുകളിൽ വെളിപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇന്നലകളിൽ മരിച്ചു കിടന്ന പൈതൽ ഇന്ന് യേശുവുമായി സംസാരിക്കുക. നോക്കിക്കേ, ജീവൻ പോയ, ജീവൻ അറ്റ വിഷയം യേശു തൊട്ടപ്പോ ജീവൻ വെച്ചു. കൂടെ നിന്ന പുരുഷാരവും എന്തിനു പറയുന്നു, സ്വന്തം പെറ്റ അമ്മയ്ക്ക് പോലും ഒരു അത്ഭുതമായി. സ്തോത്രം. ഒരു മായ കാഴ്ച പോലെ. ഓ സ്തോത്രം. ആമേൻ. അംഗീകരിക്കാനും വിശ്വസിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു മായ കാഴ്ച പോലെ. ആമേൻ. സ്തോത്രം. ഞാൻ പറയാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തൊട്ടാൽ ദൈവമക്കളെ നമുക്ക് ചിലതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെയുള്ള ആമേൻ അത്ഭുതങ്ങൾ, ആമേൻ. സ്തോത്രം, വീര്യപ്രവൃത്തികൾ യേശു ചെയ്തു തരും. ഈ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? വിശ്വാസമാ പ്രശ്നം. വിശ്വാസമാ പ്രശ്നം. ഇന്ന് പകൽ അവിശ്വാസമുള്ള ഹൃദയം ഇന്ന് പകൽ പിഴുതെറുതിട്ട് ആമേൻ അതിനെ വാരിച്ചെറിഞ്ഞിട്ട് പറ, എന്റെ യേശു തൊട്ടാൽ ചിലത് മായ കാഴ്ച പോലെ, ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ, വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിഷയം പോലെ എന്റെ മുമ്പിൽ വെളിപ്പെടുമെന്ന് നീ വിശ്വസിച്ചാൽ, വചനം പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് അവിശ്വാസമുള്ള ചില ഹൃദയങ്ങൾ, യെസ്, അതിനെ പിഴുതെറിഞ്ഞ് ദൂരക്കള. യെസ്, വേരോടെ പിഴുതെറിയ. അവസാനിച്ചെന്നും ചത്തെന്നും കെട്ടെന്നും മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ച ചില കാര്യങ്ങളെ യേശു ജീവിപ്പിക്കുമെന്ന് നീ ഇന്ന് പകൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നീ വിരാമം കുറിച്ച ചില വിഷയത്തിന്റെ മേൽ വിശ്വസിച്ചോ. ഹല്ലേലൂയ. ചത്തുപോയി, ഇനിയൊരു ജീവനില്ല, ഈ വിഷയത്തിനൊരു പരിഹാരമില്ല, കെട്ടുപോയി, ആമേൻ, അതിന്റെ അവസാന അന്തിമ ഘട്ടത്തിലേക്ക് എത്തി എന്ന് മറഞ്ഞ് മനസ്സിനെ പഠിപ്പിച്ചു, മനസ്സിനെ ബോധ്യപ്പെടുത്തി നീ തിരുത്താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാ. ഇല്ല, ഇല്ല, അവസാനിച്ചിട്ടില്ല, ഇല്ല, ഇല്ല, തീർന്നിട്ടില്ല. ഓ ഹല്ലേലൂയ. നയീൻ എന്ന പട്ടണവാതിലിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നയീൻ എന്ന പട്ടണത്തിന്റെ വാതിലിന് ഏറെ പ്രത്യേകതയാണ്. സ്തോത്രം. കാരണം ഇസ്രായേൽ ജനതയുടെ വ്യവഹാര സ്ഥലമാണ് എന്ത്? പട്ടണവാതിൽ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച്, ഇസ്രായേലിന്റെ ആ ജനതയുടെ വ്യവഹാര സ്ഥലമാണ് എന്ത്? പട്ടണം എന്ന് പറയുന്നത്. ആമേൻ. ഈ പട്ടണവാതിൽക്കൽ ഇരുന്നാണ് എന്ത്? ഈ ന്യായവിസ്താരങ്ങൾ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ കൊണ്ടുവന്ന് നിർത്തിയാൽ, പ്രശ്നക്കാരെ കൊണ്ടുവന്ന് നിർത്തിയാൽ, ചുരുക്കത്തിൽ പറഞ്ഞ ഒരു കോടതി സമുച്ചയം പോലെയാ, കോടതി പോലെയാ എന്ത്? പട്ടണവാതിൽ എന്ന് പറയുന്നത്. അവിടെ പദവികളിലിരിക്കുന്ന, സ്തോത്രം, വിധിക്കാനിരിക്കുന്ന ന്യായാധിപന്മാർ, വേണ്ടുന്നതായ ഉദ്യോഗസ്ഥർ, ന്യായപാലകന്മാർ എല്ലാവരും എവിടെ ഉണ്ട്? പട്ടണത്തിന്റെ വാതിൽക്കലുണ്ട്. സ്തോത്രം.
അവിടെ പ്രശ്നമുണ്ടാകുന്നതായ സാക്ഷികളെ അല്ലെങ്കിൽ പ്രശ്നക്കാരെ വിളിച്ച് അവിടെ ന്യായം വിസ്തരിച്ച് തീർപ്പാക്കുന്ന ഇടമാണെന്ത്? പട്ടണവാതിൽ എന്ന് പറയുന്നത്. സ്തോത്രം. അതിപ്പോൾ കുടുംബ പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഈ യഹോവ സ്തോത്രം മോശയുടെ ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള തെറ്റിക്കുന്ന വിഷയങ്ങളാകട്ടെ, ശിക്ഷയ്ക്കുള്ള കാര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാ ബുദ്ധിമുട്ടുകളെയും തർക്കങ്ങളെയും സ്വത്തവകാശങ്ങളെയും ഒക്കെ പരിഹരിക്കുന്ന ഒരിടമാണ് പട്ടണവാതിൽ. സ്തോത്രം. അവിടെ നോക്കിക്കേ, ഇത്രയും ഒരു സമൂഹം അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. സ്തോത്രം. നോക്കിക്കേ, ന്യായവിസ്താരത്തിലും വിഷയങ്ങളിലും തീർപ്പ് കൊടുക്കുന്ന അനേകർ അവിടെ ഉണ്ട്, അല്ലേ? ഉണ്ട്. കുടുംബ പ്രശ്നം, കുടുംബ തർക്കം തീർക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് മാമേ. വസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തർക്കത്തിൽ കിടക്കുമ്പോൾ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി പരിഹരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പരിഹാരം ചെയ്യാൻ ഒത്തിരി പേര് അവിടെ ഉണ്ടെന്ന്. പക്ഷേ ചത്ത് കിടന്ന വിഷയത്തെ, ജീവൻ പോയ വിഷയത്തെ അവർക്ക് പരിഹരിക്കാൻ പറ്റിയില്ല. അത് പറ്റിയത് യേശുവിന് മാത്രമാണ്. ഞാൻ പറയാം, ഉലകത്തിനകത്ത് ഒരു മനുഷ്യനും ഒരധികാരികൾക്കും സ്ഥാപിക്കാൻ, പരിഹരിക്കാൻ കഴിയാത്തതായ വിഷയത്തെ യേശു തൊട്ടാൽ ഈ ദൈവജനത്തിന്റെയും എന്റെ മേലും കർത്താവ് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത, ഞങ്ങളുടെ സമൂഹത്തിന് പരിഹരിക്കാൻ കഴിയാത്ത, ഞങ്ങളുടെ മേലാധികാരികൾക്കും മേലാളന്മാർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ യേശു പരിഹരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ന്യായാധിപതികൾക്കും ഒരു ന്യായപാലകന്മാർക്കും ഒരു മേലാധികാരികൾക്കും സ്തോത്രം ആ ദുർവിധിക്ക് ഒരു പരിഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശുവിന് കഴിഞ്ഞു യേശുവിന് കഴിഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, ഹല്ലേലൂയ. ഇനി വേഗം ഞാൻ നിർത്തുക. ഈ സ്തോത്രം പട്ടണവാതിലും മറ്റൊരു ഒരു സ്തോത്രം വിശേഷതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാതിലിന്റെ പടികൾ ഇറങ്ങി ചെല്ലുന്ന പാത, സ്തോത്രം, ഈ സ്തോത്രം എത്തിച്ചേരുന്നത് ഈ സെമിത്തേരിയില എന്ന് പറഞ്ഞാൽ മഞ്ചം ചുമന്നു വന്നവരുടെ ശവം, സ്തോത്രം എന്ന് പറഞ്ഞാൽ അവിടെ അടക്കാനുള്ള സ്ഥലം എവിടാ? അതിനോട് ചേർന്ന, നമ്മുടെ പോലെ വല്ല കുറ്റിക്കാട്ടിലോ മലയുടെ മുകളിലോ ഒന്നുമല്ല. സ്തോത്രം. യഹൂദന്മാരുടെ സിസ്റ്റം. സ്തോത്രം. അപ്പം വാതിലിന്റെ അവസാനം, വാതിൽ കൂടെ പ്രവേശിച്ച് അതിന്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ എന്തുവാ? മഞ്ചത്തിൽ കിടക്കുന്ന ബാലിക്കാന്റെ ശവം അടക്കാനുള്ള സെമിത്തേരി അവിടെ തയ്യാറാ. സ്തോത്രം. തയ്യാറാ എന്ന് പറഞ്ഞാൽ കല്ലറയ്ക്കകത്ത് വെച്ചാൽ അവസാനിച്ചു എന്നുള്ള അനുഭവം. സ്തോത്രം. പക്ഷേ അടക്കുന്നതിന് മുന്നമേ എന്ന് പറഞ്ഞാൽ കല്ലറയ്ക്കകത്ത് വെച്ച് അടയ്ക്കുന്നതിന് മുന്നമേ ആരുടെ മുമ്പിൽ വന്നു? സ്തോത്രം, സ്തോത്രം. ഇതുപോലെ തന്നെ നമ്മുടെ വിഷയമാണ്. നമ്മൾ ഒരു പ്രശ്നത്തിനകത്ത് കിടക്കുമ്പോൾ അതിന്റെ അവസാന നിമിഷം വരെ തീർന്നു, അല്ലേ? അവസാനിച്ചു. അവിടെ അത് തന്നെയാ. കല്ലറയായ അടക്കാൻ സമയമായി. ഇനി സ്തോത്രം അതൊന്ന് മറച്ചാ മതി. ആ സമയത്താ യേശുവിന്റെ ഇടപെടൽ. നമ്മുടെ മാനുഷിക ബുദ്ധിക്കകത്ത് നമ്മൾ പറയും തീർന്നു, അവസാനിച്ചു, അവസാന സമയമായി, ഇനി സെക്കൻഡുകളേ ഉള്ളൂ. പക്ഷേ നമ്മുടെ യേശുവിനൊരു പ്രത്യേകതയുണ്ട്. അവൻ തക്ക സമയമാകുമ്പോൾ വെളിപ്പെടും. ഇന്ന് ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ പറയുന്നു, നിന്റെ വിഷയത്തിന് തക്ക സമയമാകുമ്പോൾ വെളിപ്പെടുന്ന ഒരു യേശു ഉണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിയോ, കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അസ്തമിച്ച കവാടത്തിന്റെ മുമ്പിൽ വിധവയായവൾ, മകനെ നഷ്ടപ്പെട്ടവൾ വന്നു നിൽക്കുമ്പോ തക്ക സമയത്ത് വെളിപ്പെട്ട ഒരു യേശു. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്.
സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ആമേൻ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് തക്ക സമയത്ത് എനിക്ക് വേണ്ടി വെളിപ്പെടും? നൈൻ പട്ടണത്തിലേക്ക് ചുമന്നുകൊണ്ടുവന്ന ശവമഞ്ചം കല്ലറയ്ക്കകത്ത് അടക്കാൻ വരുന്നതിന് മുന്നമേ യേശു വെളിപ്പെട്ടതുപോലെ എൻ്റെ വിഷയത്തിൽ തക്ക സമയമാമോ വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. കരയണ്ട. യേശു പറഞ്ഞു കരയണ്ട, കരയണ്ട. ഇന്ന് പകൽ നമ്മളോടും ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ പറയുന്നതാണ്, കരയണ്ട കേട്ടോ, കരയണ്ട, വിഷമിക്കണ്ട. യേശു കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്. നീ കരഞ്ഞ കണ്ണുനീരിനെ എല്ലാം അവൻ തുരുത്തിയിലാക്കി വെച്ചിരിക്കുകയാ. നീ കരഞ്ഞ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി അളന്നു വെച്ചിരിക്കുകയാ. ആമേൻ. സ്തോത്രം. കർത്താവ് കൂടെയുണ്ട്. ആമേൻ. അനാഥന്മാർക്ക് ആമേൻ പിതാവായി, ആമേൻ വിധവമാർക്ക് ന്യായപാലകനായി വെളിപ്പെടുന്ന യേശു ആമേൻ നമുക്ക് വേണ്ടി തക്ക സമയത്ത് വെളിപ്പെടും. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.